അപ്പൊ ഇനി മുജാഹിദുകൾ പറയും നമ്മളെ സംഘടനയിൽ മുഖാലഫാത്തുകളൊന്നുമില്ല. നിങ്ങളെ സംഘടനയിൽ മുഖാലഫാത്തുകൾ ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. ഇത് നമുക്ക് അറബി നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കിതാബിന്റെ ഫ്രണ്ട് പേജിന്റെ കോപ്പിയാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന ജംഇയ്യത്തു ഇഹ്യാഇ തുറാസി വദൗറുഹാ ഫീ ദർബി ദഅവത്തി സലഫിയ്യത്തി വഇസ്ഖാത്തി ദുആ. ജംഇയ്യത്തു ഇഹ്യാഇ തുറാസി, ഇഹ്യാഉ തുറാസ് നമ്മുടെ ഇവരെ പോലെ ഒരു സംഘടനയാണ് കുവൈറ്റിലുള്ള. ആ സംഘടനയിൽ സലഫി ദഅവയെ തകർക്കുവാനും അതിന്റെ ദുആത്തുകളെ വീഴ്ത്തുവാനും ഈ ജംഇയ്യത്ത് വഹിക്കുന്ന പങ്ക്, ഈ സംഘടന വഹിക്കുന്ന പങ്ക്, ഈ കിതാബ് നമുക്ക് അറബി നാട്ടുകളിൽ വായിക്കാൻ കിട്ടും. ഇതിന്റെ മുഅല്ലിഫ് എഴുതിയിരിക്കുന്ന ആള് അബൂ റവാഹ അബ്ദുള്ള അൽ മൂരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അതല്ല ഇവിടെ പ്രധാനം. ഈ കിതാബിന്റെ മുന്നിൽ എഴുതിയിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ട്, ഈ റിസാല വായിച്ചിട്ടുണ്ട്. ഈ കിതാബ് പ്രചരിപ്പിക്കുവാൻ അനുവാദം നൽകിയിട്ടുണ്ട്. വഖാല ശൈഖുനാ അൽ അല്ലാമത്തു റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി, സൗദി അറേബ്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ കിതാബ് വായിക്കുകയും ഇത് പ്രചരിപ്പിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. വഖാല എന്നിട്ട് പറഞ്ഞു, വഹാദിഹി റിസാല, ഈ റിസാലത്തുണ്ടല്ലോ, യംബഗി അൻ തുൻശറ ബൽ കുതുബ, ഈ റിസാലത്ത് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ്, മറിച്ച് അത് പ്രിന്റ് ചെയ്യുകയും പ്രചരിപ്പിക്കപ്പെടുകയും തന്നെ വേണം. അപ്പൊ നിങ്ങൾ പറയും ഷെയ്ഖ് റബീനെ നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണങ്കാരെ ഇത് നിങ്ങളുടെ കിതാബാണ്, ഇസ്ലാമും വ്യതിയാന കക്ഷികളും. ഇതിലെ ഒരു സംഘം ലേഖകർ വിസ്ഡം ബുക്സ് പുറത്തിറക്കിയതാണ്. ഇതിന്റെ 288-ാമത്തെ പേജിൽ നിങ്ങൾ പറയുന്നു ഷെയ്ഖ് റബീ അൽ മദ്ഖലി പറയുന്നു. കണ്ടോ, ഷെയ്ഖ് റബീ അൽ മദ്ഖലി പറയുന്നു. അതായത് നിങ്ങൾ അംഗീകരിക്കുന്ന, സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന, നിങ്ങൾ തെളിവ് പിടിക്കുന്ന പണ്ഡിതനാണ്. നിങ്ങൾ തെളിവ് പിടിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ടല്ലോ. ഈ കിതാബിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ കിതാബിന്റെ 23-ാമത്തെ പേജിൽ പറയുന്നു, അലാഖത്തു ജംഇയ്യത്തി ഇഹ്യാഇ തുറാസി ബിനദ്വത്തിൽ മുജാഹിദീന ബി കേരള അൽ ഹിന്ദ്. ജംഇയ്യത്ത് ഇഹ്യാഉ തുറാസും കേരളത്തിലുള്ള നദ്വത്തുൽ മുജാഹിദീൻ എന്നുള്ള സംഘടനയും തമ്മിലുള്ള ബന്ധം. ചില ആളുകൾ പറയും നമ്മൾ വിസ്തങ്കാര് നദ്വത്തുൽ മുജാഹിദീൻ അല്ല, നമ്മളിപ്പോ വേറെ സംഘടനയാണ്, പേടിക്കേണ്ട. അതിനുള്ള മറുപടി ഇതിൽ തന്നെയുണ്ട്. ലഖദ് ഹയ്യ അല്ലാഹു, അദ്ദേഹം പറയുകയാണ്, ലഖദ് ഹയ്യ അല്ലാഹു അസ്ബാബ റിഹലത്തിൻ ദഅവിയ്യത്തിൻ ഇലാ കേരള ബിൽ ഹിന്ദ് വകാന ദാലിക ഫി ആം ഫി 19 റജബ് ആം 1429, 1429 ഹിജ്റ വർഷത്തിൽ കേരളം സന്ദർശിക്കാൻ എനിക്ക് ഒരു അവസരമുണ്ടായി. 1429 നിങ്ങൾ ഭിന്നിച്ചിട്ടില്ല. നിങ്ങൾ ഭിന്നിച്ചത് 2012-ലാണ്. ഇത് 2007, 2008 കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. എന്താണ് പറയുന്നത്? വമിൻ ഖിലാലി ഹാദിഹി الرحلة الدعوية والزيارة الأخوية رأيت علاقة متينة بين جمعية تراث الكويتية والجناح الدعوي البارز في كيرلا المتمثل في ندوة المجاهدين. ഞാൻ ഈ സിയാറത്തിൽ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു, ജംഇയ്യത്തുൽ ഇഹ്യാഉ തുറാസും എന്ന് പറയുന്ന സംഘടനയും കേരളത്തിലുള്ള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയും തമ്മിൽ വളരെ സുദൃഢമായ ബന്ധമുണ്ടെന്ന് എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ഏതാണ് ആ സംഘടന? നദ്വത്തുൽ മുജാഹിദീൻ അല്ലതി തസ്ഉമു അന്നഹാ ഹിയൽ മുതബന്നിയത്തു ലിദ്ദഅവത്തി സലഫിയ്യത്തി. ആ സംഘടന പറയുന്നത് നമ്മളാണ് ദഅവ സലഫിയുടെ ആളുകൾ. വദ്ദിഫാഇ അനിൽ അഖീദത്തി വത്തൗഹീദ്, ശരിയായ വിശ്വാസ കാര്യങ്ങളെയും തൗഹീദിനെയും പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് ഈ മുജാഹിദുകളുടെ വാദം, ഈ സംഘടനക്കാരുടെ വാദം. ഫീ ഹീനിൻ അന്നി വജദ്തു അന്നഹാ മിൻ അഅലമിൻ നാസി ജഹലൻ ബിത്തൗഹീദ് വബിദ്ദഅവ സലഫിയ്യത്തി ഹഖ്ഖാ. എന്നാൽ ഞാൻ കണ്ടെത്തിയത് ഈ സംഘടനയുടെ ആളുകൾക്ക് ശരിയായ ദഅവ സലഫിയ എന്താണെന്ന് ഒരു വിവരവുമില്ല, മറിച്ച് തൗഹീദിനെ പറ്റി പോലും വിവരമില്ലെന്ന് പറയുന്നു. ഹൈഫു ഇന്നി റഅയ്തു ഫീ നദ്വത്തിൽ മുജാഹിദീൻ അൽ മുഖാലഫത്തൽ വാദിഹത ലിദഅവത്തി അഹ്ലി സുന്നത്തിൽ ഹഖ്ഖ അഖീദതൻ വമൻഹജൻ വസുലൂക. മനഹജപരമായും അഖീദപരമായും സുലൂക്പരമായും ഒക്കെ ഈ സംഘടനയിൽ ഞാൻ ഒരുപാട് ദഅവ സലഫിയക്കെതിരായിട്ടുള്ള, സുന്നത്ത് ജമാഅത്തിന്റെ സലഫിയത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. മിനൽ വലാഅത്തിൽ ദയ്യിഖ, ഇടുങ്ങിയ വലാഉം ബറാഉം, വൽ ബൈഅത്തു സിർരിയ, രഹസ്യമായിട്ടുള്ള ബൈഅത്തുകൾ, വൽ മനഹജ് തഅലീമി അൽ മുഹ്തവി അലാ മാ യുഖാലിഫു മനഹജ് അഹ്ലി സുന്നത്തി മിസ്ൽ തദ്രീസ് കിതാബ് തഫ്സീർ ലിറാസി വകിതാബ് തൗഹീദ്. അതായത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അവർ സിന്ദാനിയുടെ, ആരാ സിന്ദാനി? സിന്ദാനി കേരളത്തിലെ സലഫികളെ തീവ്രവാദികളെ എന്ന് വിളിക്കുന്നവരെ. നിങ്ങളെ ആ ചൂണ്ടുന്ന വിരലിന്റെ 4 വിരലുകൾ നിങ്ങളിലേക്കാണ് മടങ്ങുന്നത്, നിങ്ങൾ മറക്കരുത്. തലമറന്ന് എണ്ണ തേക്കാൻ പാടില്ല. സിന്ദാനി, അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, ലോകത്തുള്ള ISIS, ദാഇഷ്, അൽ ഖാഇദ സംഘടനകളെല്ലാം പെറ്റുപരിപ്പിച്ച് മുലയൂട്ടി വളർത്തിയ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടനയുടെ നേതാവാണ് സിന്ദാനി. ആ സിന്ദാനിയുടെ കിതാബ് തൗഹീദ് നിങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന്. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അദ്ദേഹം പറയുന്നതാണ്, നിങ്ങൾ അംഗീകരിക്കുന്ന ഷെയ്ഖ് വായിച്ചിട്ട് അതിന് നശ്ർ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. തീവ്രവാദ ആരോപണം അത് നിങ്ങൾ മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല, സമയപരിധി കൊണ്ട് കുറച്ച് മാത്രം അവരെ കുറിച്ച് ഞാൻ പറയുന്നു. ഇത് കണ്ടോ, ഈ കിതാബ് സംവാദങ്ങളിലൂടെ കോഴിച്ചന പട്ടപ്പരിയം നന്ദി അബ്ദുൽ മാലിക് സലഫി മുറയൂർ നിങ്ങളുടെ നേതാവാണ്, സമ്മതിച്ചല്ലോ, വിസ്ഡം ബുക്ക് ഇറക്കിയതാണ്. ഇതിന്റെ അവസാനം നിങ്ങൾ ഇഹ്യാഉ തുറാസുൽ ഇസ്ലാമി, ഇനിയിപ്പോ ആ ഷെയ്ഖ് പറഞ്ഞ, ആ ഷെയ്ഖ് എന്തെങ്കിലും പറഞ്ഞതാണ്, അതൊന്നും നമ്മളടുത്ത് പറയേണ്ട കാര്യമില്ല. ജമിയത്ത് ഇഹ്യാഉ തുറാസുമായി, ഇഹ്യാഉ തുറാസ് നമ്മുടെ സംഘടനയുമായി നമുക്ക് ബന്ധമൊന്നുമില്ല, നിങ്ങൾ പറയേണ്ട. ഇത് നിങ്ങളുടെ കിതാബിൽ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ കേരളത്തിൽ
ഭിന്നിച്ചപ്പോൾ നിങ്ങൾക്ക് ജംഇയ്യത്ത് ഇഹ്യാ തുറാസിന്റെ പണ്ഡിതന്മാർ എഴുതിയ കത്ത് നിങ്ങൾ ഈ കിതാബിന്റെ 103-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ കൊടുത്തു? നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇനി ആരാണ് ഈ ജംഇയ്യത്ത് ഇഹ്യാ തുറാസ്? അത് നമുക്ക് നോക്കാം. ഇത് ഷെയ്ഖ് അഹ്മദ് ബിൻ യഹ്യ അൻ-നജ്മി റഹ്മഹുല്ലാഹു തആല സഊദി അറേബ്യയിലെ മുഫ്തിയായിരുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതനായിരുന്ന സലഫി പണ്ഡിതനായിരുന്ന അഹ്മദ് ബിൻ യഹ്യ അൻ-നജ്മി റഹ്മഹുല്ലാഹു തആലയുടെ കിതാബാണ്, റിസാലയാണ്. ഇതിന്റെ 25-ാമത്തെ പേജ് നമുക്ക് നോക്കിയാൽ ഹാദിഹിൽ ജംഇയ്യ ഹിയ ജംഇയ്യത്തു ഇഹ്യാഉ തുറാസ് ഫിൽ കുവൈത്ത്. ജംഇയ്യത്തു ഇഹ്യാഉ തുറാസ് എന്ന് പറയുന്ന കുവൈത്തിലുള്ള സംഘടന യർഅസുഹാ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ നേതാവ്. അദ്ദേഹം മരണപ്പെട്ടു. ഇത് എഴുതുമ്പോൾ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പാലൂട്ടി വളർത്തിയ സംഘടനയാണ് ജംഇയ്യത്തു ഇഹ്യാഉ തുറാസ്. ഒരുപാട് പണം അവരിൽ നിന്ന് വാങ്ങിയ ആളുകളാണ് കേരളത്തിലെ മുജാഹിദുകൾ. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവരെ നിഷേധിക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ ആ കിതാബിൽ അവരെടുത്ത് കൊടുത്തതും കാണും. ഈ കിതാബിന്റെ 26-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ബൽ ഇന്ന അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് മിൻ കലാമിഹി മാ യദുല്ലു അലാ അന്നഹു തക്ഫീരി. അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് തക്ഫീരിയാണ് എന്നിട്ട് പറഞ്ഞതാരാ? സഊദി അറേബ്യയിലെ മുഫ്തിയായിരുന്ന അഹ്മദ് ബിൻ യഹ്യ അൻ-നജ്മി റഹ്മഹുല്ലാഹ്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ നിഷേധിക്കാൻ സാധിക്കോ? തക്ഫീരി എന്ന് പറയുന്ന പച്ച മലയാളത്തിൽ തീവ്രവാദി. ഈ തീവ്രവാദത്തിന്റെ നേതാക്കളുള്ള സംഘടനയുമായിട്ട് നിങ്ങളെ ബന്ധം വെച്ചിട്ട് പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ കള്ളം കയറിയപ്പോ ആൾക്കാരെല്ലാം ഓടിക്കൂടി കള്ളം മുമ്പേ ഇറങ്ങി ഓടി കള്ള എന്ന് വിളിച്ചോണ്ട്. അതുപോലെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടി എന്ന് നമുക്ക് പറയാനുള്ളൂ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. തക്ഫീരിയായ നേതാക്കളുള്ള സംഘടനയുമായി ബന്ധപ്പെടുത്തുന്നത് ആരാണ്? തക്ഫീരിയായ നേതാക്കളുള്ള സംഘടനയുടെ കിതാബ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതിന്റെ നേതാവായ സിന്ദാനിയുടെ കിതാബ് ആരുടെ കോളേജുകളിലാണ് പഠിപ്പിച്ചത്? എവിടെന്നാ സിറിയയിലേക്ക് ആള് പോയത്? ദാറുൽ മിൻഹാജ് സുന്നത്താണോ? ആണോ സിറിയയിലേക്ക് ആള് പോയത്? അതോ മഞ്ചേരിയിലുള്ള മർക്കസുൽ ഉമ്മയിൽ നിന്നാണോ? ദമ്മാജികളുടെ കൂട്ടത്തിൽ നിന്നാണോ? ദമ്മാജികൾ എന്നാ വിളിക്കുന്നത്. ആട് മേയ്ക്കാൻ പോവാ ദമ്മാജികളാണ്. നമ്മളെ കൂട്ടത്തിൽ ആരും ആട് മേയ്ക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പണ്ട് ഇവിടെ ഈ സമസ്ത വിഭാഗവും മുജാഹിദുകളും തമ്മിൽ വാദപ്രതിവാദങ്ങളും മറ്റും നടത്തുമ്പോൾ ഇവർ പറയും, സമസ്ത വിഭാഗം പറയും ഇവർ ഔലിയാക്കളെ അംഗീകരിക്കാത്തവരാണ് എന്ന് പറയും പോലെ ഇപ്പോൾ നിങ്ങളുടെ കള്ളങ്ങൾ, നിങ്ങളുടെ പൊയ്മുഖം വലിച്ചു കയറുവാൻ അഹ്ലുസ് സുന്നത്തിന്റെ യുവാക്കൾ കേരളത്തിൽ ഉണ്ടായപ്പോൾ അവർക്ക് നേരെ നിങ്ങളെറിഞ്ഞ ബഡായിയാണ് തീവ്രവാദ ആരോപണം. അത് നിങ്ങളെ ഇതാ തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയിരിക്കുന്നു. ഹൈദരാബാദിൽ നിന്ന് ആരുടെ നേതാവിനെയാണ് മുജാഹിദുകളെ അറസ്റ്റ് ചെയ്തത്? ദാറുൽ മിൻഹാജ് സുന്നയിലെ വിദ്യാർത്ഥികളെയാണോ? ദബ്ബാജികളെയാണോ? മഞ്ചേരിയിലെ മർക്കസുൽ ഉമ്മയുടെ ആളുകളെയാണോ അറസ്റ്റ് ചെയ്തത്? ഓസ്ട്രേലിയയിൽ അറസ്റ്റിലായ ISS വക്താവായ മൂസ സുറൻഡോനിയ, പേരോർമ്മ ഉണ്ടോ? മുജാഹിദുകളെ ഇപ്പോഴും ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നുണ്ടാവും. ഇയാളെ കേരളത്തിൽ കൊണ്ടുവന്ന ആരാ? ഇനിയും ഒരുപാട് പറയാനുണ്ടാവും നമുക്ക്. നിങ്ങളുടെ തീവ്രവാദ ആരോപണം മടക്കി പോക്കറ്റിൽ വെച്ചില്ലെങ്കിൽ, തെളിവുകളെ കൊണ്ട് നേരിടാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ മുഖം കേരളത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ വലിച്ചു കീറും എന്ന് ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ ചുവടും. മദീനത്തുൽ ഉലൂമിലും അതുപോലെ തന്നെ ജാമിഅ അസ്റഫിയിൽ നിന്ന് ഓതിപ്പടിച്ചത് പോരാതെ വരും. ജാമിഅ ഹിന്ദിൽ നിന്ന് ഓതിപ്പടിച്ചത് പോരാതെ വരും. ഷെയ്ഖ് മുഖ്ബിലിന്റെ ശിഷ്യന്മാരായ ഷെയ്ഖ് അബൂബിലാലിന്റെ അതുപോലുള്ള പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരോട് മാറ്റുരയ്ക്കുമ്പോൾ ഈ ഓതിപ്പടിച്ചതൊന്നും പോരാതെ വരുന്ന ഒരു കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാലം കടിയിലുള്ള മണ്ണൊരിച്ചു പോയി തുടങ്ങി. അതാണ് ഈ കൂട്ടം കാണിക്കുന്നത്, സാക്ഷിയാക്കുന്നത്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم.